കാരണം വാളുകൊണ്ട് കൊല്ലപ്പെട്ടാലോ പൗലോസ്ലിഹ മരിച്ചതുപോലെയോ കല്ലെറിയപ്പെട്ടത് സ്റ്റെഫാനസ് അങ്ങനെയാ മരിച്ചത്, അതൊന്നും തന്നെ ഈ ക്രിസ്തു ആരെന്ന രഹസ്യത്തെ കൃത്യമായിട്ട് വെളിപ്പെടുത്താൻ കഴിയില്ല. ദൈവത്തെ സ്നേഹിക്കുകയും മനുഷ്യരെ മുഴുവൻ സ്നേഹിച്ച് ആലിംഗനം ചെയ്യുകയും ചെയ്യുന്ന ആ കുരിശ്, അതാണ് കുരിശ്. ദൈവത്തെ മുറുകെ പിടിക്കുകയും ആ ദൈവസ്നേഹത്തെ പ്രതി മറ്റെല്ലാ മനുഷ്യരിലേക്കും കൈകൾ എത്തിച്ച്, അപ്പൊ ഈ കുരിശ് എന്ന് പറയുന്നത് യേശു തന്നെയാണ്. അപ്പോൾ അതിനൊരു പ്രതീകമായിട്ട് കുരിശ് നമുക്ക് ഓരോ പള്ളിയുടെ മുകളിലും കർത്താവിനെ കൊണ്ട് നിർത്താൻ പറ്റില്ലല്ലോ, ഉത്ഥാനം ചെയ്ത കർത്താവ് നിർത്താൻ കഴിയില്ല. അതിനാണ് നമുക്ക് പ്രതീകം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആത്മീയ മനുഷ്യർ മാത്രമല്ല ഭൗതിക ശരീരമുള്ളവരാണ്. ഭൗതിക ലോകത്ത് ഭൗതികമായ പ്രതീകങ്ങളിലൂടെ വേണം ആത്മീയ സത്യങ്ങൾ വെളിപ്പെടുത്താൻ. ഭൗതികമായ പ്രതീകങ്ങളിലൂടെ വേണം ആത്മീയ സത്യങ്ങൾ വെളിപ്പെടുത്താൻ. ഈ ഭൗതിക പ്രതീകങ്ങൾ വേണ്ട എന്ന് വാദിക്കുന്ന കുറെ പേരുണ്ട്. അവരാണ് വിഗ്രഹം പാടില്ല, പ്രതിമ പാടില്ല, ചിത്രം പാടില്ല എന്നെല്ലാം പറയുന്നത്. എന്നാൽ അക്ഷരവും പാടില്ലല്ലോ, പുസ്തകം പാടില്ലല്ലോ, അതൊക്കെ ഭൗതിക